അപ്പോൾ ഞങ്ങൾക്ക് ചെയ്യാനുള്ള എന്താ, ഞങ്ങൾ 5 പേരാണ് നടക്കാനുള്ള ആൾക്കാർ. ഞങ്ങൾക്ക് ചെയ്യാനുള്ള എന്താണെന്ന് വെച്ചാൽ കാലത്തോട്ട് നടക്കുക, അവിടുന്ന് പുറപ്പെടുമ്പോൾ ഒരു പാക്ക് ഫുഡ് തരും, അതൊക്കെ ചൈനീസ് അതോറിറ്റീസുടെ. അത് കഴിഞ്ഞ് ഞങ്ങൾ വൈകുന്നേരം എത്തുമ്പോൾ ഒരു മൊണാസ്ട്രി ഉണ്ടാവും അവിടെ. ആ മൊണാസ്ട്രിയിലാണ് ഈ തങ്ങേണ്ടത്. അപ്പോൾ അവർ ഫുഡൊന്നുമില്ല അവിടെ, അതൊക്കെ നമ്മൾ എന്തെങ്കിലുമൊക്കെ അറേഞ്ച് ചെയ്യണം. ബ്രെഡ് സാധനങ്ങളൊക്കെ മേടിച്ച് വെച്ചിട്ടുണ്ട്. അങ്ങനെ 3 ദിവസം നടന്നിട്ടാണ് ഈ തടാകത്തിനെ ഒരു പ്രദക്ഷിണം പൂർത്തിയാക്കി. അതിൽ ഡ്രസ്സൊക്കെ, ഇത്രയും ഡ്രസ്സുകളും ഒക്കെ നമ്മൾ കരുതിയിട്ടുണ്ടെങ്കിലും ഇതുകൊണ്ട് ഒന്നും പറ്റില്ല. ചില ദിവസം രാത്രി ഈ മൊണാസ്ട്രിയുടെ ഏതെങ്കിലും ഒരു റൂമിൽ കമ്പിളി സാധനങ്ങളൊക്കെ മൂടി പൊതിച്ച് അത്യാവശ്യം ചില ഫുഡൊക്കെ രാത്രി ബ്രെഡോ എന്തെങ്കിലുമൊക്കെ കിട്ടും, അത്രയേ ഉള്ളൂ. അങ്ങനെയാണ് 3 ദിവസം കൊണ്ട് ഇതിന് ഒരു പ്രദക്ഷിണം. അപ്പോൾ ഇത് ഞങ്ങൾ ഈ ബാച്ചിൽപ്പെട്ട 30 പേരിൽ പകുതിയിലധികം പേരും ബേസ് ക്യാമ്പിലുള്ള റൂമിലാണ്. അവരൊന്നും ഇതിന് വന്നിട്ടില്ല. പ്രത്യേകിച്ച് സ്ത്രീകളൊക്കെ ഉണ്ട്, പ്രദക്ഷിണത്തിനൊന്നും തയ്യാറില്ലാത്ത പേടിച്ചിട്ട്. ബാക്കിയുള്ളവരൊക്കെ ഇങ്ങനെ കുതിരയുടെ മുകളിലും യാക്കിൻ്റെ മുകളിലൊക്കെ ആയിട്ട് അങ്ങനെയാണ് തങ്ങുമ്പോൾ രാത്രി ഒന്നിച്ച്. അങ്ങനെയാണ് 3 ദിവസം കൊണ്ട് ഈ പ്രദക്ഷിണം. അപ്പോൾ ഇതിന് മുമ്പ് തന്നെ ഞാൻ ഈ കൈലാസ് മാനസരോവർ യാത്രയ്ക്ക് ഫസ്റ്റ് തിരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ തന്നെ ഈ പിഷാരി മാഷ എന്നെ കാളിദാസ കൃതികൾ പഠിപ്പിച്ചു തുടങ്ങി. അതെനിക്ക് പിന്നെ വാൽമീകി രാമായണത്തിലെ ചില പോർഷൻസ് ഇതൊക്കെ മാഷ മുന്നേ കൂട്ടി കണ്ട്. അപ്പോൾ ഒരുക്കിയ സന്ധ്യാസമയത്ത് നടത്തം കഴിഞ്ഞ് നോക്കുമ്പോൾ ദൈവമേ എന്തൊരു വ്യൂ ആണെന്നറിയാം. ഈ തടാകവും ആകാശവും ഒന്നിച്ച് നിൽക്കണം. ആ വ്യൂ, അതായത് നീല തടാകം, സന്ധ്യ നേരത്താകുമ്പോൾ ഈ മറ്റേ അന്തരീക്ഷത്തിൻ്റെ അഗ്നിയുടെ നിറം ഉള്ള അന്തരീക്ഷം, ഇതൊക്കെ കൂടിയിട്ട് ഒന്നിക്കണമായിരുന്നു ശരിക്കും. അപ്പോഴാണ് ഞാൻ ഓർത്തത് വാൽമീകി രാമായണത്തിലൊരു ശ്ലോകമുണ്ട്, ചന്ദ്രകരസ്പർശ ഹർഷോന്മീലിത താരക അഹോരാഗവതി സന്ധ്യ ജഹാദി സ്വയമംബരം. വാൽമീകി രാമായണത്തിൽ അന്നുള്ള ശ്ലോകം അത്. ഈ മാനസരസിൻ്റെ ഈ വ്യൂണ് വാൽമീകി വിവരിക്കുന്നത്. അതായത് എത്തിയാൽ ചന്ദ്രനെ പിടിക്കാൻ തോന്നും, പക്ഷേ നടക്കുന്തോറും വലിയൊരു കാഴ്ചയാണല്ലേ ചന്ദ്രനെ കാണുന്ന, നമ്മുടെ അടുത്ത് കാണുവാണ്. അത്രയും വലിയ ചന്ദ്രബിംബമാണ്. അങ്ങനെ അപ്പം അങ്ങനെയാണ് 3 ദിവസം കൊണ്ട് നടന്ന് പ്രദക്ഷിണം ചെയ്ത് ബേസ് ക്യാമ്പിലെത്തി. പിന്നെ അവിടുന്ന് ഒരു 70 കിലോമീറ്റർ ദൂരമുണ്ട് കൈലാസത്തിൽ. അത് ഒരു പഴഞ്ചൻ ട്രക്കാണ് അതിന് ഉപയോഗിച്ചത്. ഈ ചളിയും മഡും ഒരു മിലിറ്ററി ട്രക്ക് മാതിരിയുള്ള വാഹനമാണ് ചൈനക്കാർ തന്നിരിക്കുന്നത്. അന്ന് ഞങ്ങൾ പോയ ആ കൈലാസ പ്രദക്ഷിണ മാർഗം ഒക്കെ ഇന്ന് മോട്ടോർ റോഡായി. ഇപ്പോൾ ആംബുലൻസ് വരെ ചെല്ലും. കൈലാസിൻ്റെ അടിഭാഗത്തുള്ള അടുത്ത 1-2 സ്ഥലങ്ങൾ വരെ ആംബുലൻസ് ചെല്ലും. അന്നോ ഈ ചൈനക്കാരെ ഈ പട്ടാള വാഹനം അല്ലാണ്ട് യാതൊന്നും ആ പ്രദേശത്തില്ല, റോഡില്ല. നമ്മളൊക്കെ ഈ വണ്ടിയൊക്കെ പോയിരുന്നത് ചില ഈ താമര കുളങ്ങളുടെയൊക്കെ അരുത്തിക്കൂടെ, അത് ചിലപ്പോൾ ചക്രം താഴും, അങ്ങനെയൊക്കെയുള്ള അവസ്ഥയിലായിരുന്നു അന്ന്. അപ്പോൾ ആ വ്യത്യാസം മനസ്സിലാക്കണം. എന്നാലും ബുദ്ധിമുട്ടിന് കുറവില്ല. അങ്ങനെയാണ് ഞങ്ങൾ ബേസ് ക്യാമ്പിലെത്തുന്നു. അപ്പോഴാണ് അവിടുന്ന് കിട്ടിയ ആ ഗൈഡ്, ചൈനീസ് ഗൈഡ് പറഞ്ഞതാണ്, ഇവിടെ നിന്ന് കൈലാസത്തിന് ഒരു പ്രദക്ഷിണം വെച്ച് വരിക. അന്നത് 70 കിലോമീറ്ററാണ്, 76 കിലോമീറ്റർ, 3 ദിവസം വേണം. ഇപ്പം ആ യാത്രാപഥം ചൈനക്കാർ വെട്ടി കുറച്ചു. അപ്പം അത് പകുതിയിലധികം കുറച്ച് വരും, 35 അത്രയും കിലോമീറ്ററുള്ളൂ. അന്നത് 76 കിലോമീറ്ററായിരുന്നു. 3 ദിവസം ഫുള്ള് വേണം.
അതിൻ്റെ ഇടയിൽ ഡോൾമ ചുരം എന്ന് പറഞ്ഞിട്ടുള്ളൊരു അത്രയും ഡേഞ്ചറസ് ആയിട്ടുള്ളൊരു ചുരമുണ്ട്. ഫുഡും മഞ്ഞിലും മൂടി കിടക്കുന്ന ഒരു 21,000 അടി ഹൈറ്റിലുള്ള സ്ഥലമാണ് അന്നത്. ഇതൊക്കെ പിന്നീടുള്ള ഒരു 4-5 കൊല്ലത്തിനുള്ളിൽ ഈ പ്രദക്ഷിണ മാർഗമൊക്കെ അവർ വെട്ടിക്കുറച്ചു. ഈ 70 കിലോമീറ്റർ നടക്കുന്നതിന് പകരം 36 കിലോമീറ്റർ ആണ് മതി ഇപ്പോൾ. അന്ന് കൈലാസ പരിക്രമണം എന്ന് പറയുന്നത് 70 കിലോമീറ്റർ 70-72 ചുരുക്കി ഒരു 30ൻ്റെ അടുത്ത് എത്തി. കൂടുതൽ ആളുകൾക്ക് അതെന്താ വെച്ചാൽ പല സ്ഥലത്ത് ഒരു ബൈപ്പാസ് ചെയ്തു. ഇതിൻ്റെ ഒക്കെ ഒരു കാരണം കൂടി ഉണ്ട് കേട്ടോ. കാഷ്വാലിറ്റി കൂടുതലായി തുടങ്ങി. ഞാൻ പോയി ആ കൊല്ലത്തിന് മുമ്പ് തന്നെ ഒരു 3 പേര് ഞങ്ങളുടെ മുമ്പുള്ള ബാച്ചുകാർ മരിച്ചിട്ടുണ്ട്. അപ്പം മരിച്ചു കഴിഞ്ഞാൽ ബോഡി റിക്കവർ ചെയ്യാൻ പോലും പറ്റില്ല അവിടെ ഇടുക, അത്രയേ ഉള്ളൂ. അപ്പോൾ ഈ ഡോൾമ ചുരം കയറുമ്പോഴാണ് ഈ കാഷ്വാലിറ്റി കൂടുന്നത്. അപ്പോൾ അതുകൊണ്ട് അവർ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ, ചൈനക്കാർ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ ഇതിനൊക്കെ ബൈപ്പാസ് ചെയ്തു. അപ്പം ഈ 70-76 കിലോമീറ്റർ എന്നുള്ളത് പകുതിയോളമായി. ഇപ്പോൾ ഈ പ്രദക്ഷിണം നടത്തുമ്പോൾ തന്നെ ചില പെർട്ടിക്കുലർ ആംഗിളിലേ കൈലാസം കാണുള്ളൂ. അതല്ലെങ്കിൽ ഇത്രയും വലിയ ഹൈറ്റിൽ നിൽക്കുമ്പോൾ എവിടെ നിന്ന് നോക്കിയാലും കാണണ്ടേ. അപ്പോൾ എനിക്ക് തോന്നുന്നത് ആ ഭൂപ്രകൃതി അതേമാതിരി ഒരു എലിവേഷനാണ് അതിൻ്റെ. ഇപ്പം ലേറ്റസ്റ്റായിട്ട് ഞാൻ ഏതൊരു അമേരിക്കൻ ജേർണലിൽ വന്നു എന്നിട്ടാരോ എനിക്ക് അതിൻ്റെ ക്ലിപ്സ് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. കൈലാസത്തിന് ഒരുപാട് മാറ്റങ്ങൾ പിന്നെ ഉണ്ടായിട്ടുണ്ട്. ഞാനത് എഴുതിയിട്ടുണ്ട് മുമ്പ് തന്നെ. പക്ഷേ ഇവിടുന്ന് പോണവർ പലർക്കും എന്താണ് സംഭവം എന്ന് വെച്ചാൽ, ഇവരൊക്കെ ഈ ബേസ് ക്യാമ്പിലിരുന്ന് ഇപ്പോൾ ലേറ്റസ്റ്റായിട്ടൊക്കെ കഴിഞ്ഞിട്ടൊക്കെ പോയവർ ഈ ആംബുലൻസിൽ കയറി പ്രദക്ഷിണം നടത്തുകയാണ്. ഫുള്ളായിട്ട് പ്രദക്ഷിണം അവർ നിർത്തിവെച്ചു, ചൈനക്കാർ കട്ട് ചെയ്തവർ. അപ്പോൾ അവിടെ ചെല്ലുമ്പോഴാണ് നമുക്ക് ഈ ഇപ്പോൾ നാസ അങ്ങനെയുള്ള അമേരിക്കൻ ഏജൻസികൾ, ബ്രിട്ടീഷ് ഏജൻസികൾ, എത്രയോ പേരുകളുടെ നിരന്തര ഗവേഷണങ്ങൾ നടന്ന സ്ഥലമാണത്. അത് ഇതിനെ മെഷർ ചെയ്യുമ്പോൾ പോലും ഒരു യൂണിഫോം മെഷർമെൻ്റ് എല്ലാവരും അത്ര ഹൈറ്റ് അനുദിനം മാറ്റം വരുന്നുണ്ട്. അതെങ്ങനെ മാറുന്നു. ഇപ്പോൾ എവറസ്റ്റിനെയൊക്കെ ഇപ്പോൾ കൃത്യമായിട്ട് അളക്കുന്നുണ്ടല്ലോ അല്ലേ? കറക്റ്റാണ് അതൊക്കെ. ഇപ്പം ഒരു 10 കൊല്ലം കഴിഞ്ഞിട്ട് മെഷർ ചെയ്താലും വലിയ വ്യത്യാസമൊന്നുമില്ല. ബട്ട് ഇവിടെ അതല്ല എന്നാ പറയുന്നത്. ഇപ്പോൾ ഈ എ മൗണ്ടൻ ഇൻ ടിബറ്റ് എന്ന് പറഞ്ഞിട്ട് ചാൾസ് അല്ലൻ 1950 എഴുതിയൊരു ഗ്രന്ഥം ഞാൻ വായിച്ചിട്ടുണ്ട്. പക്ഷെ അങ്ങനെ പറഞ്ഞത് അതൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മളെക്കാളിലും വിശ്വാസത കൂടുതൽ അവർക്ക് വിശ്വാസം, മനസ്സിലായി. അപ്പോൾ ഇപ്പോൾ ലേറ്റസ്റ്റ് നാസയുടെയൊക്കെ പഠനങ്ങൾ പറയുന്നത് ഇതിൻ്റെ ഉള്ളിൽ നിന്ന്, കൈലാസത്തിൻ്റെയൊക്കെ ഉള്ളിൽ നിന്ന് ഏതോ ഭാഗത്തു നിന്ന് എൻട്രികളുണ്ട്, ഭൂമിയുടെയൊക്കെ ഏതോ ഭാഗങ്ങളിലേക്ക്. അപ്പോഴാണ് എനിക്കൊരു കാര്യം ഓർമ്മ വന്നത്. ഞാനിത് രമണ മഹർഷിയുടെ ഒരു കൃതിയിൽ ഇത് വായിച്ചിട്ടുണ്ട്. ഞാൻ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ആ ബുക്കിൽ ഞാനത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതായത് ഈ രമണ മഹർഷി തിരുവണ്ണാമലയിൽ ആ വലം ചുറ്റണ ഇതുണ്ടല്ലോ, അത് ഇടയ്ക്കിടയ്ക്ക് ചെയ്യുള്ളൂ. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു നോർത്ത് വെസ്റ്റ് ആയിട്ടുള്ള ഭാഗത്ത് വരുമ്പം ഒരു മാരിയമ്മൻ കോവിലുണ്ട്. അപ്പോൾ ഈ മാരിയമ്മൻ കോവിലിൻ്റെ അവിടുന്ന് ഇങ്ങൊരു കൊട്ടും കാടണമെന്നൊക്കെ മുകളിലേക്ക് കയറത്തേ. പിന്നെ ആളെ 1 മാസം കഴിഞ്ഞിട്ട് ആൾ വരിക, ചിലപ്പോൾ 1.5 മാസം. അപ്പോൾ നാഗമ്മാൾ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ശിഷ്യ ഈ മഹർഷി മുകളിലേക്ക് പോയിട്ട്, അന്ന് വെച്ചാൽ ഈ ടൈഗർ വന്യമൃഗങ്ങളൊക്കെ ഉണ്ട് ആ കാട്ടിൽ. അപ്പം മഹർഷിയെ കാണേണ്ടതായപ്പോൾ ഈ നാഗമ്മാൾ വിചാരിച്ചു അങ്ങനെ സംഭവിച്ചിട്ടുണ്ടാവാം. പക്ഷെ അവരവിടെ ഈ മാരിയമ്മ കോവിലിൻ്റെ മുമ്പിൽ കാത്തിരുന്നു. അങ്ങനെ 1.5 മാസം കഴിഞ്ഞപ്പോൾ രമണ മഹർഷി കാട്ടിക്കൂടെ ഇറങ്ങി വരും. കാക്കിൽ വീണു, നമസ്കരിച്ചു, ചോദിച്ചു, പറഞ്ഞുതരാം വാ. അങ്ങനെയാണ് നാഗമ്മാളിനോട് ഈ വിവരം പറയുന്നത്. അതായത് മഹർഷി പറയണത് കുത്തനെ കിടക്കുന്ന സ്റ്റീപ്പായിട്ടുള്ള പാറക്കെട്ടുകളും മുള്ളും ഗുഹകളൊക്കെ ഉള്ളൊരു സ്ഥലത്തിൽ കൂടെ ഒരു പെർട്ടിക്കുലർ പോയിന്റിലെത്തിയാൽ
ഒരു ഗുഹാമാർഗമുണ്ട് അത്ര. ഈ ഗുഹാമാർഗത്തിൻ്റെ ഒരു ദിവസം നടന്നാൽ പിന്നെ യു ഫീൽ, അതായത് നമ്മൾ നിലം തൊടുന്നില്ല, നമ്മൾ എയറിൽ കൂടെ വാക്ക് ചെയ്യുന്ന മാതിരിയാണ്, നടക്കുന്ന മാതിരിയാണ് അത്ര അനുഭവം. ആൻഡ് അത് കൈലാസൻ്റെ അടിയിലേക്കാണ് എത്തുന്നത്. രാമകൃഷ്ണയുടെ ബുക്കിലുണ്ടത്. അപ്പോൾ ഇത്രയും ദൂരം നടന്നു പോയി. അപ്പോൾ ചില ഏരിയയിൽ വരുമ്പോൾ കാല് ലാൻഡിൽ തൊടുന്നില്ല എന്ന് പറഞ്ഞില്ലേ, അപ്പോൾ എനിക്ക് തോന്നുന്നത് ഇറ്റ്സ് ജസ്റ്റ് ഫ്ലോട്ടിങ്. അത് കൈലാസൻ്റെ ഇന്നർ ഗുഹാന്തർ ഭാഗത്ത് എത്തണമെന്നാണ് പറഞ്ഞത്. അപ്പോൾ അതിന് അടിയിൽ നിന്ന് ഭൂമിയുടെ അടിയിലേക്കൊക്കെ എൻട്രികളുണ്ടെന്ന് ഈ അമേരിക്കൻ ഗവേഷകരൊക്കെ പറയുന്നുണ്ട്. കാന്തികമായൊരു ചലനം. അപ്പോൾ പിന്നീട് നാഗമ്മാള് രമണ മഹർഷിയുടെ സമ്മതത്തോടു കൂടിയിട്ടാണ് അങ്ങേരുടെ ആത്മകഥയിൽ ഇത് ഉൾപ്പെടുത്തിയത്. സാറ് ശരിക്കും ആ അവസരത്തിൽ കൈലാസത്തെ ദർശിക്കുന്ന ആ സമയം, അപ്പം അന്നേരം നമ്മുടെ ആ കാഴ്ചയിലുള്ള ഒരു അനുഭവം സാക്ഷാൽ കൈലാസനാഥനെ ദർശിക്കുന്ന അതേ രീതിയിൽ തന്നെ കാണാൻ പറ്റിയില്ലേ ആ അവസരത്തിൽ? അതിൻ്റെ അന്ന് ഫുൾ മൂൺ സമയമായിരുന്നു. ഏറ്റവും അനുഗ്രഹമായത് അതാ. അപ്പോൾ ഞാൻ ഈ ആ പർട്ടിക്കുലർ ക്യാമ്പിൽ ഉറങ്ങാനൊന്നും പോയില്ല. ആ വരാന്തയിലിരുന്ന് ഇതിങ്ങനെ നോക്കി അപ്പോൾ താരാഗ്രഹങ്ങൾ, നക്ഷത്ര കൂട്ടങ്ങൾ, നമ്മളൊക്കെ കാണാത്തമാരിൽ എന്തൊക്കെ തരം നക്ഷത്രങ്ങളാണെന്നറിയും. അതുമാതിരി തന്നെ പലവിധ ആ അന്തരീക്ഷം മുഴുവൻ എന്തൊക്കെയോ സംഭവങ്ങൾ നടക്കുന്ന മാതിരിയാണ്. ഇതൊന്നും ഇവിടെ ഭൂമിയിലില്ല. അപ്പോൾ അങ്ങനെ അതൊക്കെ കണ്ട് നോക്കി ഇരുന്ന് അങ്ങനെയാണ് ആ അനുഭവം ഉണ്ടായത്. പക്ഷെ എന്തായാലും 4 ഭാഗത്തും പർവ്വതങ്ങൾ നിൽക്കുന്നു, അതിൻ്റെ നടുക്കുന്ന കൈലാസം. അപ്പോൾ അങ്ങനെയാണ് ആ രാത്രി അവിടെ കഴിച്ചു കൂട്ടിയതും. പിറ്റേ ദിവസം തുടർന്ന് പരിക്രമണം നടത്തി ബേസ് ക്യാമ്പ് വരെ എത്തുന്നത്. ആ കൈലാസത്തിലെ മാറ്റങ്ങൾ നമുക്ക് ശരിക്കും കാണാൻ പറ്റി. എല്ലാ ചേഞ്ചുകളും കണ്ടു. കളർ ചേഞ്ചിങ്, അത് ഡിസപ്പിയർ ആവുന്നത്, അത്തരത്തിലുള്ള എന്തൊക്കെ മാറ്റങ്ങളാണ് അവിടെ നമുക്ക് കൈലാസത്തിൽ? ഒന്നാമത് ഈ നക്ഷത്രങ്ങൾ, താരാഗ്രഹങ്ങൾ, മറ്റേ നമ്മളൊന്നും ഭൂമിയിലിരുന്ന് കാണാത്ത മാതിരിയുള്ള നക്ഷത്ര വ്യൂഹങ്ങളാണ് ഇതിൻ്റെ മുകളിൽ മുഴുവൻ. അപ്പോൾ ഇതിന് മാത്രം അലങ്കാരം കൊടുക്കുന്ന മാതിരി ചുറ്റും അതായത് നിന്ന് കറങ്ങുന്നു. ഇപ്പോൾ നമ്മൾ ഈ പൂരപ്പറമ്പുകൾ, ഉത്സവ പറമ്പുകളിലൊക്കെ ഇലക്ട്രിക് സംവിധാനത്തിൽ കാണിക്കുന്നില്ലേ, അതേ ഇല്യൂമിനേഷൻ്റെ മറ്റൊരു ഭാഗം മാതിരിയാണ് അത് തോന്നുന്നത് നമുക്ക്. കാരണം ഈ പൂർണ്ണചന്ദ്രൻ ഉദിച്ച് നിൽക്കുക, അതിന് ചുറ്റുള്ള നക്ഷത്രങ്ങൾ, താരാഗ്രഹങ്ങൾ, പിന്നെ ഇത്രയും ഹൈറ്റിലായ കാരണം നമുക്ക് ഭൂമിയിൽ നിന്ന് കാണാത്ത മാതിരി നമുക്ക് കാണാം, അവിടെ നിന്ന് കാണാം. അപ്പോൾ ആ രീതിയിലൊക്കെ ആലോചിച്ച് നോക്കുമ്പോൾ ഓരോ നിമിഷവും തരിച്ചിരുന്നു പോകും ശരിക്കും പറഞ്ഞാൽ ആ സിറ്റുവേഷനിൽ. വലിയൊരു തണുപ്പിലാണ് നമ്മൾ നിൽക്കുന്നത് അല്ലേ? നമ്മുടെ അന്തരീക്ഷം അയ്യോ -25-30 അവിടുത്തെ ആ സമയത്ത് താപനില. അതിനുള്ള വസ്ത്രങ്ങളുണ്ട് ഓഫ് കോഴ്സ്. പിന്നെ അന്നൊക്കെ ചൈനക്കാർ അതിനുള്ള കമ്പിളിക്ക് അവിടെ പ്രൊവൈഡ് ചെയ്തായിരുന്നു. ഇപ്പോൾ അതൊക്കെ നിർത്തിയവർ. ഇപ്പോൾ രാത്രി നമ്മൾ പോലും കൈവശം കൊണ്ടുപോകാന്നില്ല ആ രീതിയായി. അപ്പോൾ അങ്ങനെയാണ് ഈ കൈലാസ ദർശനത്തിൻ്റെ സംവിധാനം. അത് പരിക്രമണം ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിനുണ്ടാകുന്ന ആ വ്യത്യാസം നമുക്ക് അതാണ് നമ്മൾ ഒരു സെൽഫ് പ്യൂരിഫിക്കേഷൻ നടക്കും മനസ്സിൽ. ഞാൻ അഘോറികളെ കുറിച്ച് ഒരുപാട് പഠനങ്ങൾ ചെയ്ത് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് എനിക്ക് അന്നേ മനസ്സിലായി ഇതൊന്നും അഘോറികളല്ല, ഇതൊക്കെ ഈ ജാട കാണിച്ച് വിഷാന്തേഹികൾ. അപ്പോൾ ഇവരിങ്ങനെ ഒത്തുകൂടുക, ഇംഗ്ലീഷുകാരോ മറ്റവരൊക്കെ വരുമ്പോൾ ചെതയിലേക്ക് ഇറങ്ങിയില്ല, ഒരു കൈ അല്ലെങ്കിൽ കാല് എന്തെങ്കിലും കഷ്ണം എടുത്ത് കടിച്ചിട്ട് അപ്പോൾ അവരൊരു 100-200 രൂപ കൊടുക്കും. അത് പോകലിടുക, വൈകുന്നേരം വരെ മദ്യപിക്കുക. ഇതാണ് അവരുടെ പണി. 21-22,000 അടി ഹൈറ്റിൽ ചെന്നിട്ട് പിന്നെ അവിടുന്ന്
ടോപ്പിലേക്ക് വേറെയും പോകണം. ആ ശൃംഗം ഏറ്റവും ടോപ്പിലാണ്. ആ കൊടും മഞ്ഞിൽ മൂടി കിടക്കുന്ന 365 ദിവസവും ഈ ശൃംഗം കാണില്ല. ഈ പെട്ടികളുടെ ജന്മാഷ്ടമിക്കുള്ള ഈ ശ്രാവണ സംക്രമത്തിലെ ദിവസമാണത്. ആ ദിവസം അതിന് മുഹൂർത്തമുണ്ട്. അതൊക്കെ പൂജാരിമാർ പറഞ്ഞു തന്നു. ആ മുഹൂർത്തത്തിൽ 1 മണിക്കൂർ നേരം ഈ ശൃംഗം സൂര്യപ്രകാശം എടുക്കും. പിന്നെ 365 ദിവസവും ഇത് കാണാൻ പറ്റും. ആ സൂര്യപ്രകാശം വരണതാണ് ഈ മുഹൂർത്തം. ആ സമയത്ത് ഈ ശൃംഗം ശരിക്കും കാണും.